ഹലോ ഗൈസ്, അപ്പോൾ മോട്ടോക്ലച്ചിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ Cbr250R ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഗായ്സ്, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നും തുടങ്ങാം. ഫ്രണ്ടിലോട്ട് നോക്കുവാണെങ്കിൽ ആ ഒരു ഹാലജൻ ബോർഡ് കൂടി വരുന്ന ഫ്രണ്ടിലത്തെ ഹെഡ്ലാമ്പും കാര്യങ്ങളൊക്കെ കാണാം. അതേപോലെ ഇതിന്റെ ഇൻഡിക്കേറ്റർ സ്റ്റോക്ക് ഒക്കെ മാറ്റി ആഫ്റ്റർ മാർക്കറ്റ് ഒരു ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടി എന്താ പറയുക, കുറച്ച് അത്യാവശ്യം നല്ല പഴക്കമുള്ള ഒരു വണ്ടിയാണ്. ഏകദേശം ഒരു 10 വർഷത്തോളം പഴക്കമുള്ള ഒരു വണ്ടിയാണ്. എന്നിട്ട് പോലും ഇതിന്റെ പെയിന്റിലായാലോ അല്ലെങ്കിൽ ബോഡി പാർട്സിലായാലോ അങ്ങനെ വലിയ രീതിയിലുള്ള സീനോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിയാണ് നമ്മുടെ CBR. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഈ വണ്ടി ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അതായത് വണ്ടിക്ക് അത്രയും വലിയ സെയിൽസോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിന് മെയിനായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ ആ ഒരു 10 വർഷത്തിനിടയ്ക്കും അങ്ങനെ വലിയ രീതിയിലുള്ള അപ്ഡേറ്റോ കാര്യങ്ങളോ ഒന്നും CBR കൊണ്ടുവന്നിട്ടില്ല നമ്മുടെ ഇന്ത്യയിൽ. കാരണം ഇപ്പൊ ഈ ഒരു ഫ്രണ്ട് ഹെഡ്ലാമ്പ് ഉണ്ട്, ആ ഒരു ഹെഡ്ലാമ്പ് കുറച്ച് LED ആക്കി എന്നുള്ള അല്ലാതെ പിന്നെ ആ ഗ്രാഫിക്സ് മാറ്റി അങ്ങനെ ആയിരുന്നു അവരുടെ ആ ഒരു പാറ്റേൺ പോരുന്നത്, അല്ലെങ്കിൽ ആ ഒരു വണ്ടി ഇറക്കുന്ന രീതി. അതുകൊണ്ട് തന്നെ അപ്പോൾ വേറെയുള്ള ബൈക്കുകൾ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇറങ്ങിയപ്പോഴത്തേന് ആ വണ്ടിയുടെ സെയിലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ കുറഞ്ഞു. അത് മാത്രമല്ല ആളുകൾ നമ്മൾ പൊതുവെ നല്ല സ്പെക്കും അതേപോലെ ലുക്കൊക്കെ ഉള്ള വണ്ടിയിലോട്ട് നമ്മൾ മാറും. ഇതിന്റെ ലുക്ക് അങ്ങനെ പന്നലാന്നല്ല പറയുന്നത്, എന്നാലും കുറച്ച് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ലുക്കിലോട്ട് നമ്മളെല്ലാവരും മാറും. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേന് ഈ വണ്ടിയുടെ സെയിലും കാര്യങ്ങളൊക്കെ കുറഞ്ഞു. അങ്ങനെയാണ് നമ്മുടെ CBR നമ്മുടെ ഇന്ത്യയിൽ നിർത്തലാക്കുന്നത്. അതായത് ആ ഒരു 250cc കാറ്റഗറിയിൽ ഇപ്പോഴും ഇത്രയും റൈഡിംഗ് കംഫോർട്ടും അതേപോലെ ഇത്രയും റിഫൈൻഡ് ആയിട്ടൊരു എഞ്ചിനുള്ള വണ്ടി ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അങ്ങനെ തന്നെ പറയാം. കാരണം ഇത്രയും നല്ലൊരു റിഫൈൻഡ് ആയിട്ട് എഞ്ചിനും അതേപോലെ നല്ല രീതിയിലൊരു റൈഡിംഗ് കംഫോർട്ടുള്ള ഒരു വണ്ടിയാണ് നമ്മുടെ Cbr250. കാരണം ഈ വണ്ടിയുടെ എന്താ പറയുക, അത്രയും നമുക്ക് ലോ എൻഡ് ടോർക്കൊന്നും അത്രയും ഫീൽ ആയില്ലെങ്കിലും ആ ഒരു മിഡ് എൻഡ് തൊട്ട് ടോപ്പ് എൻഡ് വരെയുള്ളതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അഗ്രസീവ് ആയിട്ട് ഒരു പവറാണ്. അല്ലെങ്കിൽ ഒരു 160 150 നമുക്ക് എന്താ പറഞ്ഞാൽ ഭയങ്കര ഈസി ആയിട്ട് പുഷ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ Cbr250R. അതേപോലെ തന്നെ നമുക്ക് വണ്ടിയുടെ സസ്പെൻഷന്റെ ഭാഗത്തോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിൽ വരുന്നത് ഒരു ടെലിസ്കോപ്പിക് സസ്പെൻഷനും ബാക്കിൽ ഒരു മോണോഷോക്ക് സസ്പെൻഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് വണ്ടിയുടെ ഡിസ്കിന്റെ ഭാഗത്തോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിൽ വരുന്നത് ഏകദേശം ഒരു 292 mm ഫ്രണ്ട് ഡിസ്കും അതേപോലെ ബാക്കിൽ വരുന്നത് ഒരു 220 mm ബാക്ക് ഡിസ്കും ആണ്. അപ്പോൾ ഇപ്പോൾ ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ ടയറൊക്കെ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മുടെ അപ്പോളോ ആൽഫയാണ് കിടക്കുന്നത്. ഫ്രണ്ടിൽ ഒരു 110 സെക്ഷന്റെ ടയർ, അതേപോലെ വണ്ടിയുടെ ബാക്കിൽ ഒരു 140 സെക്ഷന്റെ ടയറാണ്. ഇപ്പോൾ ഈ ബാക്കിലെ ടയർ അപ്ഗ്രേഡ് ചെയ്ത ഒരു 150 സെക്ഷൻ ആണ് ഇതിൽ കിടക്കുന്നത്. അത്യാവശ്യം നല്ലൊരു കോൺഫിഡൻസ് വരുന്ന ടയറാണ്. അപ്പോൾ നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് CBR ഒക്കെ നോക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ABS ഉള്ള വണ്ടി നോക്കി എടുക്കുക. കാരണം ഇതിന്റെ ആ ഒരു പവറിനെ പറ്റിയ ബ്രേക്കോ കാര്യങ്ങളോ ഒന്നും അല്ല ഈ വണ്ടി കൊടുക്കുന്നത്. കാരണം അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടൊരു വണ്ടിയാണ്. നമുക്ക് ലോ എൻഡ് ടോർക്ക് അത്ര ഇല്ലെങ്കിലും ആ ഒരു ടോപ്പ് എൻഡിലൊക്കെ പോകുമ്പോൾ നല്ല രീതിയിൽ തന്നെ പവർഫുൾ ആവുന്ന ഒരു വണ്ടിയാണ്. അല്ലെങ്കിൽ അതാണ് ഈ വണ്ടിയുടെ ഒരു ക്യാരക്ടർ. അപ്പം നമുക്ക് പെട്ടെന്ന് എന്താ പറയേണ്ട ആ ഒരു ഹൈ സ്പീഡിലൊക്കെ പോകുമ്പോൾ പിടിച്ച് നിർത്താൻ പറ്റിയ ബ്രേക്കോ കാര്യങ്ങളോ ഒന്നും അല്ല ഇപ്പൊ ഈ വണ്ടിക്ക് വരുന്നത്. പിന്നെ നമുക്ക് വണ്ടിയുടെ എഞ്ചിൻ സൈഡിലോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 249cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് DOHC എഞ്ചിനാണ് ഈ വണ്ടിക്ക് വരുന്നത്. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ ഈ ഒരു 10 വർഷം എന്ന് പറയുമ്പോഴത്തേന് ആ ഒരു സമയത്ത് പോലും ഈ വണ്ടിക്ക് ഇറങ്ങുന്നത് DOHC എഞ്ചിനാണ്. അപ്പൊ അത്രയും മാത്രം എന്താ പറയുക ഭയങ്കര ഒരു കിടിലൻ ഒരു എഞ്ചിനുള്ള വണ്ടിയാണ് നമ്മുടെ Cbr250R. ഇതിന്റെ മാക്സിമം പവറും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ 26 PS പവറും അതേപോലെ തന്നെ 23 Nm ടോർക്കും ഉള്ള നല്ല പവർഫുൾ ആയിട്ട് ഒരു എഞ്ചിനുള്ള വണ്ടിയാണ്. അത് മാത്രമല്ല നല്ല റിഫൈൻഡ് ആയിട്ടും അതേപോലെ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് Cbr250R. പിന്നെ ഇതിന്റെ മെയിൻ ആയിട്ട് പറയാനുള്ളത് ഇതിന്റെ ആ ഒരു ടൂറിങ്ങിനെ പറ്റി തന്നെയാണ്. അതായത് നമുക്ക് അത്യാവശ്യം ലോങ് റൈഡും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ പോകാം. അതായത് ഇപ്പോഴത്തെ വണ്ടികളൊക്കെ വെച്ച് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം. ഇതിന്റെ സീറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അത്യാവശ്യം നല്ലൊരു വൈഡ് ആയിട്ട് ഒരു റൈഡർ സീറ്റും അതേപോലെ അത്യാവശ്യം നല്ല വൈഡ് ആയിട്ട് ഒരു പില്യൺ സീറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പം തന്നെ നിങ്ങൾക്ക് ആലോചിക്കാൻ നല്ല രീതിയിൽ തന്നെ നമുക്ക് ടൂറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. റൈഡർക്കും അതേപോലെ തന്നെ പില്യണും മെയിനായിട്ട് പറയാനുള്ളത് ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടിക്കൊന്നും പില്യണും നമ്മൾ അത്രയും രീതിയിലുള്ള കംഫോർട്ടോ കാര്യങ്ങളോ ഉള്ള വണ്ടികളൊന്നും അല്ല. അതിനെ അപേക്ഷിച്ച് ഈ വണ്ടിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു പില്യൺ കംഫോർട്ടുള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അമ്മയോ ചേച്ചിയോ അല്ലെ ഭാര്യയൊക്കെ കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു ചോയ്സ് ആയിരിക്കും നമ്മുടെ Cbr250R. അതേപോലെ തന്നെ നമുക്ക് വണ്ടിയുടെ ടെയിലിന്റെ ഭാഗത്തോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഒരു ഹാലജൻ ബൾബോട് കൂടി വരുന്ന ടെയിൽ സെക്ഷനും കാര്യങ്ങളൊക്കെയാണ് ഈ വണ്ടിക്ക് വരുന്നത്. അത്യാവശ്യം നല്ല ഭംഗിയാണ് ആ ഒരു ടെയിലും കാര്യങ്ങളൊക്കെ കാണാൻ. പിന്നെ ഇവിടെ ഒരു ഗ്രാബ് റെയിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പില്യൺ നല്ല രീതിയിൽ തന്നെ പിടിച്ചിരിക്കാനും നമുക്കൊരു ലഗേജ് ഒക്കെ കെട്ടി അത്യാവശ്യം ലോങ്ങും കാര്യങ്ങളൊക്കെ പോകാൻ അത്യാവശ്യം നല്ലൊരു എന്താ പറയുക ഗ്രാബ് റെയിലും കാര്യങ്ങളൊക്കെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ബാക്കിലെ ടെയിലിന്റെ ഭാഗത്തോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഹാലജൻ ബൾബോട് കൂടി വരുന്ന ഇൻഡിക്കേറ്ററും അതേപോലെ ടെയിൽ സെക്ഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അങ്ങനെ ഒത്തിരി ഈ വണ്ടിയെ കറക്റ്റ് ചേരുന്ന രീതിയിലുള്ള ഒരു ടെയിൽ സെക്ഷനും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വണ്ടിയുടെ സൈലൻസറിന്റെ ഭാഗത്തോട്ടൊക്കെ നോക്കിയാൽ കുറച്ച് ബൾക്കി ആയിട്ട് ഒരു സൈലൻസർ ആണ്, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ഒരു ഭംഗിയുള്ള ഒരു സൈലൻസർ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ സൗണ്ട് ഒക്കെ ആയാലും അത്യാവശ്യം നല്ല രസമാണ് കേൾക്കാൻ, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല റിഫൈൻഡ് ആയിട്ട് ഒരു സൗണ്ടാണ്. ഞാൻ ഈ റിഫൈൻഡ് എന്ന് പറയുന്നത് കാരണം അമ്മാതിരി ഒരു റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഈ വണ്ടിക്ക് അവർ കൊടുത്തിരിക്കുന്നത്. അതൊരു മെയിൻ ആയിട്ട് ഈ വണ്ടിയുടെ ഒരു എന്താ പറയുക എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ആ ഒരു വണ്ടിയുടെ എഞ്ചിന്റെ ആ ഒരു റിഫൈൻഡ്നെസ്, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയേണ്ട ഒരു അങ്ങനെ ഒത്തിരി വൈബ്രേഷനോ അങ്ങനെ ഒന്നുമില്ല. അത്രയും നല്ലൊരു എഞ്ചിനാണ് ഈ വണ്ടിക്ക് ഹോണ്ട കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം 145 mm ആണ് ഈ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ വലിയ രീതിയിലുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടിയിൽ ആവറേജ് എന്നൊക്കെ പറയാം ആ രീതിയിലുള്ള ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ അടി ഇടിക്കുന്ന അങ്ങനെയുള്ള സീനോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇങ്ങോട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ ആ ഒരു ഹോണ്ടയുടെ ബാഡ്ജിങ്ങും അതേപോലെ ആ ഒരു Cbr250R ബാഡ്ജിങ് ഒക്കെ ഇവിടെ
കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ആക്സസറീസ് ആയിട്ട് വെച്ചേക്കുന്നതാണ് ഈ ഒരു ഇൻഡിക്കേറ്റർ, അതേപോലെ തന്നെ ഈ ഒരു മിററും, പിന്നെ ആ ഒരു വൈസറും എക്സ്ട്രാ ആയിട്ട് വെച്ചേക്കുന്നതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതും അത്യാവശ്യം നല്ലൊരു ഭംഗിയാണ് വണ്ടി കാണാനായാലും ആ ഒരു വണ്ടിയുടെ ലുക്കിലൊക്കെ ആയാലും അത്യാവശ്യം നല്ല ഭംഗിയാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് ഈ വണ്ടിയുടെ സൗണ്ട് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. ഗായ്സ്, അപ്പോൾ അത്യാവശ്യം നല്ല കേൾക്കാൻ രസമുള്ള ഒരു സൗണ്ടുള്ള ഒരു വണ്ടിയാണ് നമ്മുടെ Cbr250R. അതേപോലെ തന്നെ എന്താ പറയുക, നല്ല റിഫൈൻഡ് ആയിട്ടൊരു സൗണ്ടാണ്. ഒന്നും ഇങ്ങനെ ഒത്തിരി എന്താ പറയുക അങ്ങനെ ഗ്രണ്ടോ അല്ലെങ്കിൽ അത്രയും വലിയൊരു എന്താ പറയുക ഭീകരമായ സൗണ്ടോ കാര്യങ്ങളൊന്നും അല്ല. അത്യാവശ്യം നല്ല കേൾക്കാൻ നല്ലൊരു സൗണ്ടുള്ള ഒരു വണ്ടിയാണ് നമ്മുടെ Cbr250R. ഇനി ഞാൻ വണ്ടിയിലോട്ട് ജസ്റ്റ് കയറി ഇരുന്ന് സംസാരിക്കാം. ഗായ്സ്, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വണ്ടി കയറിയിരിക്കുമ്പോൾ വണ്ടിയുടെ വെയിറ്റ് ആണ് ഫീൽ ചെയ്യുന്നത്. ഏകദേശം 167 kg ആണ് വണ്ടിയുടെ ഡ്രൈ വെയിറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അത്യാവശ്യം വെയിറ്റ് ഉള്ള ഒരു വണ്ടിയാണ് എന്ന് പറഞ്ഞാൽ അത്രയും അങ്ങനെ ബുദ്ധിമുട്ടുള്ള വെയിറ്റ് അല്ല, അത്യാവശ്യം നല്ലൊരു വെയിറ്റ് ഉള്ള ഒരു വണ്ടിയാണ്. നമുക്ക് ഓടിക്കുമ്പോൾ അങ്ങനെയൊന്നും ഫീൽ ആവത്തൊന്നുമില്ല. പിന്നെ നമുക്ക് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു എന്താ പറയുക അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു ടാങ്കും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ ഹോണ്ടയുടെ ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആ ഒരു ടാങ്ക് ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ അവർ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ടാങ്കിന്റെ കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം 13 ലിറ്റർ ടാങ്ക് കപ്പാസിറ്റി ഉള്ള ഒരു വണ്ടിയാണ്. അതായത് നിങ്ങൾക്ക് അത്യാവശ്യം ലോങ് റൈഡൊക്കെ പോയാലും വലിയ രീതിയിലുള്ള സീനോ കാര്യങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല. പിന്നെ നമുക്ക് ഹാൻഡിൽ ബാറിന്റെ അടുത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ആ ഒരു പഴയ രീതിയിലുള്ള ഒരു ഹാൻഡിൽ ബാർ ആണ് വരുന്നത്. ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാറും കാര്യങ്ങളൊക്കെയാണ്. അത് അത്യാവശ്യം നല്ല ഭംഗിയാണ്. ഈ ഒരു വ്യൂവിന് ചേരുന്ന രീതിയിലുള്ള ഒരു ഹാൻഡിൽ ബാറിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ആ ഒരു ബേസിക് ആയിട്ടുള്ള സ്വിച്ചും കാര്യങ്ങളൊക്കെ കാണാം. ഡിം, ബ്രൈറ്റ്, ഹോൺ, അങ്ങനെ ബേസിക് ആയിട്ടുള്ള സ്വിച്ചും അങ്ങനെ ഒത്തിരി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒന്നുമല്ല. അതേപോലെ തന്നെ നമുക്ക് അടുത്തതായിട്ട് വണ്ടിയുടെ മീറ്ററിന്റെ ഭാഗത്തോട്ട് പോകാം. മീറ്ററിന്റെ ഭാഗത്തോട്ട് നോക്കുമ്പോൾ ബേസിക് ആയിട്ട് ഒരു മീറ്റർ ആണ്. നമ്മുടെ ഫ്യൂൽ ഗേജ്, അതേപോലെ ഹീറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കും. പിന്നെ നമ്മുടെ സ്പീഡോമീറ്റർ, RPM മീറ്റർ, പിന്നെ എഞ്ചിൻ ഇഗ്നിഷൻ ഇൻഡിക്കേറ്റേഴ്സ്, അതൊക്കെ ഈ ഒരു ഭാഗത്താണ് കാണിക്കുന്നത്. അതും അത്യാവശ്യം ഒരു ബേസിക് ആയിട്ടുള്ള ഒരു മീറ്ററും കാര്യങ്ങളൊക്കെയാണ്. അടുത്തതായിട്ട് പറയാനുള്ളത് ഈ വണ്ടിയുടെ സീറ്റ് ഹൈറ്റിനെ പറ്റിയാണ്. 784 mm ആണ് ഈ വണ്ടിയുടെ സീറ്റ് ഹൈറ്റും കാര്യങ്ങളും വരുന്നത്. അത്യാവശ്യം അങ്ങനെ ഒത്തിരി വലിയ സീറ്റ് ഹൈറ്റ് ഉള്ള വണ്ടിയൊന്നുമല്ല. അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ തന്നെ കൺട്രോൾ ചെയ്ത് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു സീറ്റ് ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഇത് ഇത്രയൊക്കെയാണ് ഈ വണ്ടിയുടെ സ്പെക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ജസ്റ്റ് ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഗായ്സ്, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഫീൽ ആവുന്നത് വണ്ടിയുടെ ആ ഒരു പവറാണ്. അതായത് ഈ വണ്ടി ഒരിക്കലും അങ്ങനെ എന്താ പറയുക തുടക്കത്തിൽ അങ്ങനെ ചാടി നിൽക്കുന്ന രീതിയിലുള്ള വണ്ടിയോ കാര്യങ്ങളോ ഒന്നുമല്ല. അത്യാവശ്യം എന്താ പറയുക ഇതിന്റെ പവറും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് മിഡ് എൻഡിലാണ്. മിഡ് എൻഡ് തൊട്ട് ടോപ്പ് എൻഡിലോട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ വണ്ടിയുടെ ഒരു പെർഫോമൻസ് നമുക്കറിയാം. എന്താ പറയുക ആ ഒരു ഇനിഷ്യൽ ടോർക്ക് അത്രത്തോളം എന്താ പറയുക ഭയങ്കര പവർഫുൾ ആയിട്ടൊരു വണ്ടിയോ കാര്യങ്ങളോ ഒന്നുമല്ല നമ്മുടെ Cbr250R എന്നും പറഞ്ഞ് ഈ വണ്ടി അങ്ങനെ ഒത്തിരി പവർഫുൾ അല്ലെന്ന് നിങ്ങൾ കരുതരുത്. കാരണം ഇതിന്റെ പവർ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പവറാണ്. അതായത് ആ ഒരു 7K അല്ലെങ്കിൽ ആ ഒരു 6K RPM ഒക്കെ കഴിയുമ്പോഴത്തേനും വണ്ടി നല്ല രീതിയിൽ തന്നെ ആ വണ്ടിയുടെ ഒരു ക്യാരക്ടർ ചേഞ്ച് ആവുന്ന നമുക്ക് ഫീൽ ആവും. അതായത് നമ്മൾ അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ട് ഒരു ബൈക്ക് ഇരുന്ന് ഓടിക്കുന്ന രീതിയിലുള്ള ഒരു ഫീലും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ അതേപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ വണ്ടിയുടെ റൈഡിംഗ് കംഫർട്ട്. റൈഡിംഗ് കംഫർട്ടിനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ ഈ വണ്ടിയെ വെല്ലാൻ സത്യത്തിൽ ഇതുവരെ എനിക്ക് ഞാൻ ഇതുവരെ ഓടിച്ചത് വെച്ച് ഇതിനെ വെല്ലാനായിട്ട് വേറെ ഒരു വണ്ടി എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അമ്മാതിരി ഒരു റൈഡിംഗ് കംഫർട്ടാണ്. എൻ്റെ ബാക്കിൽ ഇപ്പോഴും ഒരു പില്ലിന് ഇരിപ്പുണ്ട്. അവൻ തന്നെ ഇപ്പം അത്യാവശ്യം നല്ല ഗട്ടറുള്ള വഴി കൂടെ ഞങ്ങൾ ഇറങ്ങി വന്നപ്പോഴത്തേനും അവൻ തന്നെ പറയുന്നത് ബാക്കിൽ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാമെന്ന്. അപ്പം നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കാം, അത്രയും നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടൊരു വണ്ടിയാണ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ടൂറിങ്ങിനും കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. ഇപ്പം ഈ വണ്ടിക്ക് മെയിനായിട്ട് ഒരു കോമ്പറ്റീഷൻ വരുന്നത് നമ്മുടെ Gixxer 250 ആണ്. അപ്പം Gixxer 250 അപേക്ഷിച്ച് ഈ വണ്ടിക്ക് എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ Gixxer 250 കാട്ടി കുറച്ചുകൂടെ എഞ്ചിൻ നല്ല രീതിയിൽ തന്നെ റിഫൈൻഡ് ആണ്. അതുപോലെ തന്നെ Gixxer 250 ഇതുമായിട്ട് നേരെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ Gixxer 250 നോക്കുകയാണെങ്കിൽ ഒരു അപ്ഡേറ്റഡ് ആയിട്ടൊരു വണ്ടിയാണ്. അതേപോലെ തന്നെ സ്പെക്കും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. പക്ഷേ അതിലും എന്താ പറയുക ആ ഒരു ടോപ്പ് ആൻഡ് പെർഫോമൻസും അതേപോലെ തന്നെ എഞ്ചിൻ റിഫൈൻമെന്റും കാര്യങ്ങളൊക്കെ ഇതിനാണ് കൂടുതൽ. അപ്പോൾ ഇതൊരു വലിയ രീതിയിലുള്ള കമ്പയർ ചെയ്യേണ്ട ആവശ്യം കാര്യങ്ങളൊന്നുമില്ല. ഇതിന് മെയിനായിട്ട് ആ ഒരു പേപ്പറിലുള്ള ഒരു എന്താ പറയുക ആ ഒരു നമ്പർ വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ Cbr250R. ഗായ്സ്, അതേപോലെ തന്നെ ഈ വണ്ടിക്ക് വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വൈബ്രേഷൻ ഫ്രീ ആയിട്ടൊരു വണ്ടിയാണ്. അല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വൈബ്രേഷനും കാര്യങ്ങളൊക്കെ കുറവാണ്. പിന്നെ നമ്മളൊരു 7K ഒക്കെ RPM ഒക്കെ കഴിയുമ്പോഴത്തേന് അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കൈയൊക്കെ റിങ് ചെയ്ത് പിടിക്കുമ്പോഴാണ് ഈ വണ്ടി നമുക്ക് ചെറിയ രീതിയിലുള്ള വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഫീൽ ആവുന്നത്. അതൊരു സാധാ ഒരു വണ്ടിക്ക് എങ്ങനെയാണോ ആ രീതിയിൽ തന്നെയാണ് വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഫീൽ ആവുന്നത്. അടുത്തതായിട്ട് ഹീറ്റിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളങ്ങനെ ഭയങ്കര ഡെഡ് ആയിട്ടുള്ള ട്രാഫിക്കിലൊക്കെ പോകുകയാണെങ്കിൽ ചെറിയ രീതിയിൽ കാലിന് ഹീറ്റിംഗ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒത്തിരി വലിയ ഹീറ്റിങ്ങുകളൊന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ചെറിയ രീതിയിൽ ഒരു ഭയങ്കര ഡെഡ് ആയിട്ടുള്ള ട്രാഫിക്കിലൊക്കെ പോകുകയാണെങ്കിൽ നമുക്ക് ഹീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ വണ്ടിയിൽ നിന്ന് വേറെ രീതിയിലുള്ള ഹീറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഫീൽ ആവത്തില്ല. അതായത് ഈ വണ്ടി ഏകദേശം ഒരു 52,000 കിലോമീറ്റർ ഓടിയ ഒരു വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടി ഇപ്പോൾ എനിക്ക് ഓടിച്ചിട്ട് നല്ലൊരു നമ്മളെന്താ പറയുക ആ ഒരു പുതിയ ബൈക്ക് എങ്ങനെ ഓടിക്കുന്നു ആ രീതിയിലാണ് ഇതിൻ്റെ എഞ്ചിനിൽ നിന്ന് ഫീൽ ആവുന്നത്. അപ്പോൾ അത്രത്തോളം എന്താ പറയുക ഒരു കേപ്പബിലിറ്റി ഉള്ളൊരു എഞ്ചിനാണ് നമ്മുടെ ഈ വണ്ടിയുടേത്. അത് അടുത്ത
അടുത്തതായിട്ട് പറയാനുള്ളത് ഈ വണ്ടിയുടെ ബ്രേക്കിങ്ങിനെ പറ്റിയാണ്. ഈ വണ്ടിക്ക് വരുന്നത് ഒരു എന്താ പറയുക നോൺ ഐബിഎസ് ബ്രേക്കും കാര്യങ്ങളൊക്കെയാണ്. അത്രത്തോളം നമുക്ക് അങ്ങനെ കോൺഫിഡൻസോ അല്ലെങ്കിൽ അത്രത്തോളം ബൈറ്റോ കാര്യങ്ങളോ ഉള്ള ബ്രേക്കോ കാര്യങ്ങളോ ഒന്നും അല്ല വരുന്നത്. അപ്പോൾ നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് ബൈക്കൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് ഒരു CBR ഒക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ABS ഉള്ള മോഡൽ നോക്കി എടുക്കുക. കാരണം ഈ വണ്ടിയുടെ ഒരു പവറിന് പറ്റിയ ബ്രേക്കോ കാര്യങ്ങളോ ഒന്നും അല്ല കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വണ്ടി നമുക്ക് ബ്രേക്കിങ്ങിന്റെ ഒരു പോരായ്മ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഫീൽ ആവും. പിന്നെ ഈ വണ്ടി നമ്മുടെ ഇന്ത്യയിൽ നിർത്താനുള്ള കാരണം ഈ വണ്ടിയുടെ ആ ഒരു സെയിൽസിനെ സംബന്ധിച്ചുള്ള കുഴപ്പമാണ്. അതായത് നമ്മുടെ ആ ഒരു ഇന്ത്യൻ ബൈക്ക് മാർക്കറ്റിൽ നമുക്ക് നോക്കിയാൽ അറിയാം ഏതൊക്കെ വണ്ടികൾ എങ്ങനെയൊക്കെ എത്രത്തോളം അപ്ഡേറ്റഡ് ആയിട്ടാണ് ഇറങ്ങുന്നത്. ആ സമയത്ത് പോലും CBRന് വലിയ രീതിയിലുള്ള അപ്ഡേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. എന്ന് പറയുന്നത് മോശമായിരുന്നല്ല, എന്നാലും അത്രയും വലിയ രീതിയിലുള്ള അപ്ഡേറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഇലക്ട്രോണിക് സൈഡിലായാലും അല്ലെങ്കിൽ അങ്ങനെ രീതിയിലുള്ള വലിയ അപ്ഡേറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. മെയിനായിട്ട് ഇതിൽ അവസാനമായിട്ട് വന്നിരുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ആ ഒരു ഗ്രാഫിക്സ് ചേഞ്ച് ചെയ്ത് അവർ ഇറക്കിയതായിരുന്നു. ഇത് ഈ വണ്ടിയിൽ അവർ മെയിനായിട്ട് കൊണ്ടുവന്നിരുന്ന ഒരു അപ്ഡേറ്റ്. അതേപോലെ LED ഫ്രണ്ട് എടുത്ത ഹെഡ്ലാമ്പും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അതായിരുന്നു ഈ വണ്ടിയിൽ ലാസ്റ്റ് ആയിട്ട് വന്നിരുന്ന അപ്ഡേറ്റ്. അത് കഴിഞ്ഞ് പിന്നെ ഇവർ നേരെ വണ്ടി നിർത്തലാക്കുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞാണ് ഈ വണ്ടിക്ക് പിന്നെ ആളുകൾ കൂടി തുടങ്ങി. നിങ്ങൾക്കറിയാം നമുക്ക് വേണ്ടുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ വണ്ടി ഇറങ്ങിയ സമയത്ത് അത്രത്തോളം ആരും മൈൻഡ് ചെയ്തില്ലെങ്കിൽ ഇത് കഴിഞ്ഞ് കുറേ നാളുകൾ കഴിഞ്ഞപ്പോഴത്തേനും ഈ വണ്ടിയുടെ ഫാൻസും കാര്യങ്ങളൊക്കെ കൂടി. അപ്പോഴത്തേനും ആളുകൾ ഈ Cbr250R തിരക്കി നടന്നു. അതേപോലെ കുറേ സെക്കൻഡ് ഹാൻഡ് വണ്ടികളൊക്കെ അത്യാവശ്യം നല്ല വിലക്കൊക്കെ തന്നെയാണ് ഇപ്പോഴും വിറ്റ് പോകുന്നത്. ഏകദേശം 1 ലാഖിന് അടുത്തൊക്കെ വില വരുന്ന വണ്ടികളൊക്കെ ഇപ്പോഴും കൊടുക്കാൻ തന്നെ കിടപ്പുണ്ട്. അതിൽ പ്ലസ് ഉള്ള വണ്ടികളും കൊടുക്കാൻ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു വിലയ്ക്കുള്ള ഈ വണ്ടി എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കട്ട CBR ഫാനാണ്, അല്ലെങ്കിൽ ഈ ഒരു വണ്ടിയുടെ എഞ്ചിനോട് അത്ര സ്നേഹമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഈ വണ്ടി എടുക്കുക എന്ന് പറയും. അല്ലാതെ നിങ്ങൾക്ക് എല്ലാവരും ഇങ്ങനെ പറഞ്ഞ് CBR കിടിലമാണ് അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ ഒരു അത്യാവശ്യം നല്ല സ്പെക്കോ അതേപോലെ അത്യാവശ്യം നല്ല റിഫൈൻഡ് ആയിട്ട് ഒരു വണ്ടി എടുക്കാൻ നിൽക്കുന്ന ഒരാളാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇതിലോട്ട് നോക്കേണ്ടതെന്നാണ്. കാരണം ഇപ്പോഴത്തെ ആ ഒരു എന്താ പറയണ്ട വണ്ടികളെ അപേക്ഷിച്ചിട്ട് ഇതിന് അത്രത്തോളം ഇലക്ട്രോണിക്സ് ആയാലും അല്ലെങ്കിൽ ആ ഒരു സ്പെക്ക് ബേസിലൊക്കെ ആയാലും അല്ലെങ്കിൽ ലുക്ക് ബേസിലൊക്കെ ആയാലും അത്രത്തോളം എന്താ പറയണ്ടേ അത്രത്തോളം അപ്ഡേറ്റഡ് ആയിട്ട് ഒരു വണ്ടിയോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇപ്പം അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ എടുത്താലും അത്രത്തോളം അപ്ഡേറ്റഡ് ആയിട്ടൊരു വണ്ടിയോ കാര്യങ്ങളോ ഒന്നുമല്ല. അപ്പം നിങ്ങൾ നല്ല രീതിയിൽ തന്നെ നോക്കിയിട്ട് എടുക്കാൻ ശ്രമിക്കുക. അതേപോലെ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുമ്പോൾ എല്ലാവരും അത്യാവശ്യം ടയർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് എടുക്കുക. കാരണം വണ്ടിക്ക് അത്യാവശ്യം പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പെടും. ഗായ്സ് അടുത്തതായിട്ട് നമുക്ക് വണ്ടിയുടെ റൈഡിംഗ് കംഫർട്ടിനെ പറ്റിയൊക്കെ സംസാരിക്കാം. അത്യാവശ്യം നല്ല രീതിയിലൊരു റൈഡിംഗ് കംഫർട്ടും അതേപോലെ നല്ല എന്താ പറയുക നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലോങ് റൈഡും കാര്യങ്ങളൊക്കെ പോകാൻ പറ്റിയ ഒരു വണ്ടിയാണ് നമ്മുടെ Cbr250R. അപ്പം നിങ്ങൾ അത് ആ ഒരു പർപ്പസ് നോക്കി എടുക്കുകയാണെങ്കിൽ ഈ വണ്ടി നല്ലൊരു ഓപ്ഷൻ ആണെന്ന് തന്നെ പറയണം. കാരണം ഇപ്പോഴും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇതിനെ വെല്ലാനായിട്ട് ഒരു വണ്ടി ഇറങ്ങിയിട്ടില്ലെന്ന് തന്നെ ഉറപ്പായിട്ടും പറയാം. ഗായ്സ് അപ്പോൾ ഇനി അടുത്തതായിട്ട് വണ്ടിയുടെ എഞ്ചിനെ പറ്റി സംസാരിക്കാം. ഈ വണ്ടിക്ക് ഒരു 248cc എഞ്ചിനാണ് വരുന്നതെങ്കിലും ഈ വണ്ടിയുടെ ഒരു പവറും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ടോപ്പിൻ്റെ ഒക്കെ നമുക്ക് 160+ ഒക്കെ കയറുന്നവരുണ്ട്, അല്ലെങ്കിൽ കയറ്റിയവരൊക്കെ ഉണ്ട്. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടൊരു വണ്ടിയാണ്. അതേപോലെ അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടൊരു എഞ്ചിനുള്ള ഒരു വണ്ടിയാണ് നമ്മുടെ Cbr250R. അപ്പം നിങ്ങൾക്ക് ആ വണ്ടി ചെറിയൊരു ഓപ്പൺ റോഡിലോട്ട് എത്തുമ്പോഴത്തേന് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കൈ കൊടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വണ്ടി ജസ്റ്റ് ഒന്ന് ചെറിയ രീതിയിലൊന്ന് കൈ കൊടുത്ത് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് നോക്കിയപ്പോൾ തന്നെ ഇപ്പോൾ മനസ്സിലായി കാണാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വണ്ടി കൈ കൊടുത്താൽ പോകുന്നുണ്ട്. അല്ലെങ്കിൽ അത്യാവശ്യം നല്ല എന്താ പറയുക വണ്ടിയുടെ എഞ്ചിൻ ഒത്തിരി അങ്ങനെ സ്ട്രെസ് ഒന്നും ഫീൽ ചെയ്യത്തില്ല. നല്ല രീതിയിൽ തന്നെ വണ്ടി കയറും. ഒരു രീതിയിലുള്ള ലാഗോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. നമുക്ക് എപ്പോഴാണ് ലാഗ് ഫീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു എന്താ പറയേണ്ട ആ ഒരു ലോ എൻഡിലാണ് നമുക്ക് ലാഗ് ഫീൽ ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ട്രാഫിക്കിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് വണ്ടി കുറച്ച് എന്താ പറയേണ്ട കുറച്ചൊരു ബുദ്ധിമുട്ട് പോലെ തോന്നും. ആ ഒരു ലോ എൻഡ് ടോർക്ക് കുറവായതുകൊണ്ട് തന്നെ. അല്ലാതെ വണ്ടിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് അല്ലാതെ ഒരു രീതിയിലുള്ള ലാഗോ കാര്യങ്ങളോ ഒന്നും ഫീൽ ആകത്തില്ല. അത്യാവശ്യം നല്ലൊരു വണ്ടിയാണ്. നമുക്ക് നല്ല രീതിയിൽ തന്നെ ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ Cbr250R. ഗായ്സ് അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഹാൻഡിലിങ്ങിന്റെ സൈഡിലോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഹാൻഡിലിംഗ് ഉള്ള വണ്ടിയാണ്. നമുക്ക് വലിയ രീതിയിൽ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും വണ്ടിയിൽ ഫീൽ ആകത്തില്ല. ഹാൻഡിലിങ്ങിന്റെ ഭാഗത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടേണിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വണ്ടിയാണ്. ഗായ്സ് അപ്പോൾ ഇത് ഇത്രയൊക്കെയാണ് നമ്മുടെ Cbr250R റിവ്യൂവും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഈ വണ്ടിയുടെ ഓണറിന് ഇൻസ്റ്റാഗ്രാം ഐഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ എല്ലാവരും മാക്സിമം കയറി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.